Hello everyone. Welcome back to Literary Hurdles. Let's learn together. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന പോമാണ്. മായ ഏഞ്ചലോ എന്ന പോയറ്റിനെ പറ്റിയൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പോം ഡിസ്കസ് ചെയ്യാം. മായ ഏഞ്ചലോ വാസ് an acclaimed American poet, storyteller, activist and an autobiographer. Maya was born as Margaret Johnson in St. Louis, Missouri. 1928 മായ ഏഞ്ചലോ ജനിച്ചത്. ചെറുപ്പത്തിൽ അവളുടെ പേര് മാർഗരറ്റ് ജോൺസൺ എന്നായിരുന്നു. പിന്നീട് സ്റ്റോറി ടെല്ലർ, പോയറ്റ്, ആക്ടിവിസ്റ്റ്, ബയോഗ്രഫർ എന്നീ നിലകളിലൊക്കെ അവൾ പ്രശസ്തയായി മാറി. മായ ഹാഡ് എ ബ്രോഡ് കരിയർ ആസ് എ സിംഗർ, ഡാൻസർ, ആക്ട്രസ്, കമ്പോസർ ആൻഡ് ഹോളിവുഡ്സ് ഫസ്റ്റ് ഫീമെയിൽ ബ്ലാക്ക് ഡയറക്ടർ, ബട്ട് became most famous as a writer, editor, essayist, playwright and a poet. മായ ഏഞ്ചലോ ഒരു സിംഗറും ഡാൻസറും ആക്ടറസും കമ്പോസറും അതുപോലെ തന്നെ ഹോളിവുഡിലെ ഫസ്റ്റ് ഫീമെയിൽ ബ്ലാക്ക് ഡയറക്ടറൊക്കെ ആയിരുന്നു. എന്നാൽ അവർ ഏറ്റവും ഫേമസ് ആയത് റൈറ്റർ, എഡിറ്റർ, എസ്സയിസ്റ്റ്, പ്ലേറൈറ്റ്, പോയറ്റ് എന്നീ നിലകളിലൊക്കെയായിരുന്നു. ആസ് എ സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ്, ഏഞ്ചലോ വർക്ക്ഡ് ഫോർ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആൻഡ് മാൽക്കം എക്സ്. ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അവർ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന് വേണ്ടിയും അതുപോലെ തന്നെ മാൽക്കം എക്സിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. Maya Angelou is an African American and she is recognized as a spokesperson of all people who are committed to raising the moral standards of living in the United States. അമേരിക്കൻ ജീവിതത്തിന്റെ ധാർമ്മിക നിലവാരം ഉയർത്തുവാൻ പ്രതിജ്ഞാബദ്ധരായ എല്ലാവരുടെയും വക്താവായിട്ട് മായ ഏഞ്ചലോ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. She is a prolific poet and is praised as a black woman's poet laureate. Her poems are genuine portraits of black American sentiments. In 2010, Angelou was awarded the Presidential Medal for Freedom, the highest civilian honor in the US. ധാരാളം പോംസ് എഴുതിയ മായ ഏഞ്ചലോയെ വിശേഷിപ്പിച്ചിരുന്നത് തന്നെ ബ്ലാക്ക് സ്ത്രീകളുടെ ആസ്ഥാന കവി എന്നായിരുന്നു. അവരുടെ കവിതകളിൽ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാനാവും. അമേരിക്കയിലെ ഏറ്റവും ഉന്നതമായ പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ ഫ്രീഡം എന്ന പുരസ്കാരം 2010 അവർക്ക് നൽകപ്പെട്ടു. 2014 അവർ അന്തരിച്ചു. And now let's have an introduction to the poem Still I Rise. Still I Rise is one of Angelou's most acclaimed works. The poem was published in Angelou's third poetry collection and Still I Rise in 1978. The poem is an assertion of the dignity and resilience of marginalized people in the face of oppression. In this poem, she calls upon everyone to rise above social prejudice and injustice. In the poem, Angelou uses a conversation style to express her feelings, blending fury, faith and sarcasm. മായ ഏഞ്ചലോയുടെ ഏറ്റവും പോപ്പുലറായ കവിതകളിൽ ഒന്നാണ് നമുക്ക് പഠിക്കുവാനുള്ള സ്റ്റിൽ ഐ റൈസ് എന്ന ഈ കവിത. 1978 പബ്ലിഷ് ചെയ്ത അവരുടെ മൂന്നാമത്തെ പോയട്രി കളക്ഷനായ ആൻഡ് സ്റ്റിൽ ഐ റൈസിലാണ് ഈ പോം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. സാമൂഹിക മുൻവിധികൾക്കും അനീതികൾക്കും മുകളിലേക്ക് ഉയരുവാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് നമ്മുടെ പോയറ്റ്. അടിച്ചമർത്തപ്പെട്ടവരെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരെയും ഈ പോം ഇൻസ്പയർഡ് ആക്കുന്നു. ദേഷ്യവും വിശ്വാസവും പരിഹാസവും എല്ലാം ഒത്തുചേരുന്ന ഈ പോം ഒരു കോൺവെർസേഷൻ്റെ സ്റ്റൈലിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിൽ ഐ റൈസ് എന്ന പോം ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. സ്റ്റാൻസ 1. You may write me down in history with your bitter, twisted lies. You may trot me in the very dirt, but still, like dust, I will rise. നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തിൽ ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായി എഴുതിയാലും നുണകൾ കൊണ്ട് നിറച്ചാലും എന്നെ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയാലും പൊടി ഉയർന്നു പൊങ്ങുന്നത് പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. The you in the poem refers to the white oppressors of the blacks. In this stanza, Maya Angelou declares that nothing and no one could oppress her or keep her down. She doesn't care what the history book says, for she knows that they are full of twisted lies. ഈ കവിതയിൽ യു എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ബ്ലാക്സിനെ അടിച്ചമർത്തുന്ന വൈറ്റ് പീപ്പിളിനെയാണ്. ഈ സ്റ്റാൻസയിൽ മായ ഏഞ്ചലോ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ ഒപ്രസ് ചെയ്യാനോ ചവിട്ടി താഴ്ത്തുവാനോ ആർക്കും അല്ലെങ്കിൽ ഒന്നിനും സാധിക്കില്ല എന്നാണ്. ചരിത്ര പുസ്തകങ്ങൾ തങ്ങളെപ്പറ്റി പറയുന്നതൊന്നും താൻ വിശ്വസിക്കുന്നില്ല. കാരണം അവ നിങ്ങൾ വൈറ്റ് പീപ്പിൾ എഴുതിയ പച്ച കള്ളമാണ് എന്നെനിക്കറിയാം എന്നാണ് മായ ഏഞ്ചലോ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. The story of the blacks, which the whites write, is sheer misrepresentation of the history. These lies hurt their self-respect. She proclaims that if she is trodden in dirt, she will rise like dust.
വൈറ്റ് പീപ്പിൾ ബ്ലാക്സിനെ കുറിച്ച് എഴുതിയ ചരിത്ര പുസ്തകങ്ങളിലെവിടെയും തെറ്റായിട്ടാണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നുണകൾ തങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ പോലും ഹേർട്ട് ചെയ്യുന്നവയാണെന്നാണ് മായ ഏഞ്ചലോ പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈനിൽ വളരെ നിശ്ചയദാർഢ്യത്തോടെ അവർ പറയുകയാണ്, നിങ്ങൾ ചെളിയിൽ എന്നെ ചവിട്ടി താഴ്ത്തിയാലും അവിടെ നിന്ന് പൊടി ഉയരുന്നതുപോലെ ഞാൻ ഉയർന്നു പൊങ്ങുമെന്ന്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഡസ് മൈ സാസിനസ് അപ്സെറ്റ് യു? വൈ ആർ യു ബിസെറ്റ് വിത്ത് ഗ്ലൂം? കോസ് ഐ വാക്ക് ലൈക്ക് ഐ ഹാവ് ഗോട്ട് ഓയിൽ വെൽസ് പമ്പിംഗ് ഇൻ മൈ ലിവിംഗ് റൂം. ഇവിടെ ഫസ്റ്റ് ലൈനിൽ സാസിനസ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ ആവേശം എന്നാണ് മീനിങ്. ഇവിടെ പോയറ്റ് വൈറ്റ്സിനോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ ഉത്സാഹം അല്ലെങ്കിൽ ആവേശം നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ടോ? വൈ ആർ യു ബിസെറ്റ് വിത്ത് ഗ്ലൂം? അതിന് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? എൻ്റെ ലിവിംഗ് റൂമിൽ ഓയിൽ വെൽസ് അല്ലെങ്കിൽ എണ്ണ കിണറുകൾ ഉള്ളതുപോലെ ഞാൻ നടക്കും. നമുക്ക് ഈ സെക്കൻഡ് സ്റ്റാൻസ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ഷീ ആസ്ക്സ് എ ക്വസ്റ്റ്യൻ as she refers to her own tone as sassiness and asks the hearer that if her sassy tone is upsetting. The poet notices that the people around her in her society are beset with gloom when she succeeds. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയറ്റ് വൈറ്റ്സിനോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ ആവേശം അല്ലെങ്കിൽ ഉത്സാഹം കാണുമ്പോൾ നിങ്ങൾ അപ്സെറ്റ് ആവുന്നുണ്ടോ എന്ന്. തനിക്ക് ചുറ്റുമുള്ളവർക്ക് താൻ സക്സീഡ് ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ലെന്ന് പോയറ്റ് മനസ്സിലാക്കുകയാണ്. അവരോട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. She knows that she is a successful person in life, both in her writing and as a woman. She says that she walks like she has got oil wells pumping in her living room. The oil wells pumping in her living room symbolizes her success. നമ്മുടെ പോയറ്റ് ജീവിതത്തിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും സക്സസ്ഫുൾ ആയ ഒരാളാണ്. അതിനാൽ തന്നെ ആ കോൺഫിഡൻസോടെയാണ് അവർ നടക്കുന്നത്. ഇവിടെ അവർ പറയുന്നത് തൻ്റെ ലിവിംഗ് റൂമിൽ ഓയിൽ വെൽസ് അല്ലെങ്കിൽ എണ്ണ കിണറുകൾ ഉള്ളതുപോലെ എന്ന് വെച്ചാൽ ഓയിൽ വെൽസ് സ്വന്തമായി ഉള്ള ഒരുത്തൻ വെൽത്തി പേഴ്സൺ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ആറ്റിറ്റ്യൂഡിൽ താൻ നടക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഓയിൽ വെൽസ് അവളുടെ സക്സസിനെ സിംബലൈസ് ചെയ്യുന്നു. തേർഡ് സ്റ്റാൻസ് നോക്കാം. ജസ്റ്റ് ലൈക്ക് മൂൺസ് ആൻഡ് ലൈക്ക് സൺസ് വിത്ത് ദ സെറ്റർണിറ്റി ഓഫ് ടൈഡ്സ്, ജസ്റ്റ് ലൈക്ക് ഹോപ്പ് സ്പ്രിങ്ങിങ് ഹൈ, സ്റ്റിൽ ഐ റൈസ്. തിരമാലകൾക്കിടയിലൂടെ സൂര്യനും ചന്ദ്രനും ഉയർന്നു പൊങ്ങുന്നതുപോലെ, പ്രതീക്ഷകൾ ഉയർന്നു പൊങ്ങുന്നതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ ദിസ് സ്റ്റാൻസ ഷീ കമ്പയർസ് ഹെർസെൽഫ് ടു ദ മൂൺ ആൻഡ് ദ സൺ ആസ് ദേ ആർ അഫക്റ്റഡ് ബൈ ദ ടൈഡ്സ്. This gives the reader the understanding that the speaker has no other choice but to rise out of her pain. She has now overcome her feeling of being an inferior creature. The poet says in this stanza that the society might keep her oppressed. It is in her nature to rise and stand against oppression, just as it is the nature of the tides to respond to the moon. ഈ സ്റ്റാൻസയിൽ പോയറ്റ് തന്നെ ചന്ദ്രനോടും സൂര്യനോടും കമ്പയർ ചെയ്യുകയാണ്. കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്നതിന് സൂര്യചന്ദ്രന്മാർക്ക് പങ്കുണ്ട് അല്ലേ. ആ ദിവസങ്ങളിൽ ചന്ദ്രനോടും സൂര്യനോടും തിരമാലകൾക്ക് റെസ്പോണ്ട് ചെയ്തേ പറ്റുകയുള്ളൂ. ശരിയല്ലേ? അതുപോലെ ഇവിടെയും നമ്മുടെ പോയറ്റിന് വേറെ ഓപ്ഷനൊന്നുമില്ല. തൻ്റെ ലൈഫിലെ എല്ലാ അടിച്ചമർത്തലുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മതിയാവും. ഇത് നമ്മൾ റീഡേഴ്സിനെ വായിച്ചാൽ മനസ്സിലാക്കാമല്ലേ. ഇത്രയും നാൾ താനൊരു ഇൻഫീരിയർ ക്രീച്ചർ ആണെന്ന് ആ അപകർഷതാബോധം ഇന്ന് നമ്മുടെ പോയറ്റിന് ഓവർകം ചെയ്യാനായിട്ടുണ്ട്. സൊസൈറ്റി തന്നെ എത്ര ഒപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും തൻ്റെ മനസ്സിൽ പ്രതീക്ഷകൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ താനും ഉയർന്നെഴുന്നേൽക്കുമെന്ന് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മുടെ പോയറ്റ് പറയുകയാണ്. ലെറ്റ്സ് മൂവ് ടു ദ ഫോർത്ത് സ്റ്റാൻസ. Did you want to see me broken? Bowed head and lowered eyes? Shoulders falling down like teardrops, weakened by my social cries? ഞാൻ തകർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണണോ? തല താഴ്ത്തി കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്നത് കാണണമോ നിങ്ങൾക്ക്? ഞാൻ കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഷോൾഡർ താഴ്ത്തി നിൽക്കുന്നതാണോ നിങ്ങൾക്ക് കാണേണ്ടത് എന്നാണ് മായ ഏഞ്ചലോ വൈറ്റ്സിനോട് ചോദിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. The speaker's questions in this stanza are direct, relevant and appropriately accusing. She directs these questions at a society that has long tried to keep her oppressed. She asks them if they want to see her broken, oppressed, depressed and bitter. ഈ സ്റ്റാൻസയിൽ നമ്മുടെ സ്പീക്കർ ഉന്നയിക്കുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. താൻ ഉൾപ്പെടുന്ന ബ്ലാക്ക് സൊസൈറ്റിയെ കാലങ്ങളായി ഒപ്രസ് ചെയ്തുകൊണ്ടിരുന്ന സൊസൈറ്റിയോടുള്ള ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. അവൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ തകർന്ന് ഒപ്രസ്ഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണോ കാണേണ്ടത് എന്ന്. ഷീ ആസ്ക്സ് ദീസ് ക്വസ്റ്റ്യൻസ് നോയിങ് ദാറ്റ് ദിസ് ഇൻഡീഡ് ഈസ് വാട്ട് മെനി പീപ്പിൾ ഇൻ ദ സൊസൈറ്റി വാണ്ടഡ്. They did not want to see a black woman rise out of the oppression of the society and succeed. The speaker knows this
and she draws attention to it with these questions. ഈ സൊസൈറ്റിയിലെ ആളുകൾക്ക് എന്താണ് സന്തോഷം തരുന്ന കാര്യമെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയറ്റ് ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നത്. ഒരു ബ്ലാക്ക് വുമൺ സക്സസ് ആവുന്നതോ അടിച്ചമർത്തലിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതോ സഹിക്കാനാവാത്ത ഒരു സൊസൈറ്റിയും ജനങ്ങളുമാണ് അവൾക്ക് ചുറ്റുമുള്ളത്. വൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും സഹിക്കാനാവാത്ത കാഴ്ചകളാണ്. ഇനി നമുക്ക് 5th സ്റ്റാൻസ് നോക്കാം. Does my haughtiness offend you? Don't you take it awful hard? 'Cause I laugh like I have got gold mines digging in my own backyard. എൻ്റെ ഈ ധിക്കാരപരമായ ആറ്റിറ്റ്യൂഡ് നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ വീടിൻ്റെ പിന്നിൽ ഗോൾഡ് മൈനിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണഖനിയുണ്ട് എന്ന അഹങ്കാരത്തോടു കൂടിയാണ് ഞാൻ ചിരിക്കുന്നത്. അത് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടോ? ഇതാണ് 5th സ്റ്റാൻസയിൽ വൈറ്റ്സിനോട് മായ ആഞ്ചലോ ചോദിക്കുന്നത്. ഡീറ്റെയിലായിട്ട് നോക്കാം. She continues with the questions to the racist society when she asks whether her haughtiness is offensive. She knows that society feels bitterness in seeing a black woman full of pride. The poet says, "Don't you take it awful hard?" വർണ്ണവിവേചനം കാണിക്കുന്ന സൊസൈറ്റിയോടുള്ള ചോദ്യങ്ങൾ ഈ സ്റ്റാൻസയിലും മായ ആഞ്ചലോ ചോദിക്കുകയാണ്. ഈ സ്റ്റാൻസയിൽ പോയറ്റ് ചോദിക്കുന്നത് തൻ്റെ ധിക്കാരപരമായ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കുറ്റമായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ്. ഒരു ബ്ലാക്ക് വുമൺ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി നടക്കുന്നത് കാണുന്നത് വൈറ്റ് സൊസൈറ്റിക്ക് വലിയ ദേഷ്യവും കഷ്ടവുമാണ്. This is her sarcastic way of pretending to care for those who resent her success. She continues, however, to in a sense flaunt her success before the society that has always oppressed her. She claims that she has gold mines and that she laughs at the success she has found. തൻ്റെ സക്സസ്സിൽ കണ്ണുകടിയുള്ളവരോട് അവരുടെ അസ്വസ്ഥതകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരെ ആശ്വസിപ്പിക്കാനൊന്നുമല്ല, മറിച്ച് അതൊരു തരം പരിഹാസമാണ്. അത്തരമൊരു പരിഹാസമാണ് ഇവിടെ മായ ആഞ്ചലോ ഉദ്ദേശിക്കുന്നത് പോലും. അവളെ എന്നും ഒപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സൊസൈറ്റിയോട് തൻ്റെ സക്സസിനെ പറ്റിയും കോൺഫിഡൻസിനെ പറ്റിയും പറയുന്നത് അവൾ തുടരുകയാണ്. തൻ്റെ വീടിന് പിന്നിൽ ഒരു സ്വർണ്ണഖനി ഉണ്ടെന്നുള്ള തരത്തിൽ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് താൻ ചിരിക്കുന്നത് എന്നാണ് അവൾ പറയുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു സക്സസ്ഫുള്ളായ ഒരു ലേഡി എന്ന നിലയിൽ അഹങ്കാരത്തോടും അഭിമാനത്തോടുമാണ് താൻ ചിരിക്കുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്, യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്, യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്, ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ വിൽ റൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കി എന്നെ കട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം, അതുപോലെ വെറുപ്പ് കൊണ്ട് എന്നെ കൊല്ലാനും പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എല്ലായിടത്തും പരക്കുന്ന വായുവിനെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. In this stanza, she lets the society know that no matter what it does to oppress her, it will not succeed. The poet lets the society know that it cannot prevail against her with words or looks. She proclaims that society cannot prevail against her even if it managed to have killed her because of its hatefulness. She claims that she will still, like air, rise again. ഈ സ്റ്റാൻസിൽ പോയിട്ട് പറയുന്നത് ഈ സൊസൈറ്റി എന്തൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് തന്നെ ഒപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും സക്സീഡ് ആവാൻ പോകുന്നില്ല എന്നാണ്. വൈറ്റ് സൊസൈറ്റി പലപ്പോഴും വാക്കുകൾ കൊണ്ട് വെടികുതിർത്ത് തന്നെ നോവിക്കാറുള്ളത് പോലെയും തങ്ങൾ സുപ്പീരിയർ ആണ്, ഇൻഫീരിയറായ നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന രീതിയിൽ തുറിച്ചു നോക്കിയും ആ നോട്ടം കൊണ്ട് തന്നെ മുറിച്ച് കളയുന്നത് പോലെയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തങ്ങളെ കാണുന്നത് തന്നെ അവർക്ക് വെറുപ്പാണ്. വെറുത്ത് കൊല്ലുന്ന രീതിയും ഒന്നും ഇവിടെ ചിലവാകില്ല എന്ന് പോയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈനിൽ അവൾ വായുവിനെ പോലെ ഉയർത്തെഴുന്നേക്കുമെന്നാണ് പറയുന്നത്, ഒരു വാണിംഗ് എന്നോണം. അടുത്ത സ്റ്റാൻസ് നോക്കാം. Does my sexiness upset you? Does it come as a surprise that I dance like I have got diamonds at the meeting of my thighs? എൻ്റെ സെക്സിനെസ് നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ടോ? എൻ്റെ തുടകളുടെ മീറ്റിംഗ് പ്ലേസിൽ ഡയമണ്ട്സ് കിട്ടിയിരിക്കുന്നത് പോലെ ഞാൻ ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സർപ്രൈസായി തോന്നുന്നുണ്ടോ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The speaker continues her questioning. In this stanza, it becomes apparent that the speaker has placed society on trial and is now in the process of cross-examination. She knows the answers to these questions, but to ask them is to incriminate the offender. The poet is proud of her sexiness and can dance seductively like she has diamonds in her crotch. While she asks incriminating questions, she simultaneously reveals incredible self-confidence despite the oppression of society. ഈ സ്റ്റാൻസയിലും പോയിട്ട് ക്വസ്റ്റ്യനിങ് തുടരുകയാണ്. ഈ സ്റ്റാൻസയിൽ സൊസൈറ്റി വിചാരണ ചെയ്യും പോലെ അവൾ ക്രോസ് എക്സാമിൻ ചെയ്യുകയാണ്. അവൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെയും ഒക്കെ ആൻസേഴ്സ്
യെസ് ആണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും വീണ്ടും ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. തൻ്റെ സെക്സിനെസ്സിൽ പോയിറ്റിന് അഭിമാനമാണ്. തൻ്റെ തുടകളുടെ മീറ്റിംഗ് പ്ലേസിൽ തനിക്ക് ഡയമണ്ട്സ് ഉണ്ടെന്നുള്ള തരത്തിൽ സെഡക്റ്റീവായി തന്നെ താൻ നൃത്തം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ തനിക്ക് നൃത്തം ചെയ്യാനാവുമെന്ന് പോയിറ്റ് പറയുകയാണ്. അത് നിങ്ങൾക്ക് സർപ്രൈസായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് കാണാനാവുന്നത് വൈറ്റ് സൊസൈറ്റി അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും, അതും ഒരു ലേഡിയുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. അടുത്ത സ്റ്റാൻസ. ഔട്ട് ഓഫ് ദ ഹട്ട്സ് ഓഫ് ഹിസ്റ്ററീസ് ഷെയിം ഐ റൈസ്. Up from a past that's rooted in pain, I rise. I'm a black ocean, leaping and wide, welling and swelling, I bear in the tide. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബ്ലാക്സിനെ വൈറ്റ് പീപ്പിൾ ഒരുപാട് ദ്രോഹിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അടിമകളെ പോലെ കഷ്ടപ്പെടുത്തിയിരുന്നു ഒരു കാലത്ത്. ആ പാസ്റ്റിനെ ഹിസ്റ്ററീസ് ഷെയിം എന്നാണ് പോയിറ്റ് പറയുന്നത്. നാണക്കേടിൻ്റെ ആ ചരിത്രത്തിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. വേദനകളിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ വേരുകളുടെ ആ പാസ്റ്റിൽ നിന്നും ഞാൻ ഉയരും. നീണ്ടു പരന്നു കിടക്കുന്ന ഒരു കറുത്ത ഓഷനാണ് ഞാനിന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. In this stanza, the speaker finally refers to the past, the reason that she is oppressed and resented to this day. She calls slavery history's shame, and she proclaims that she will not be held down by the past, even if it is rooted in pain. Out of history's shame, she rises from a painful past. She compares herself to a black ocean, wide and leaping. ചരിത്രത്തിൽ ഒരു കാലത്ത് തങ്ങളെ അടിമകളാക്കി പണിയെടുപ്പിച്ചും കഷ്ടപ്പെടുത്തിയും മാർക്കറ്റിൽ വില പറഞ്ഞ് വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പാസ്റ്റ് ബ്ലാക്സിനുണ്ടായിരുന്നു. ഹിസ്റ്ററീസ് ഷെയിം, നാണം കെട്ട ആ ചരിത്രം. ആ നാണക്കേടിൽ നിന്ന് താൻ ഉയരും. വേദനകൾ മാത്രം സമ്മാനിച്ചിരുന്ന ആ പാസ്റ്റിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് താൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ഞാനൊരു ബ്ലാക്ക് ഓഷനാണ്. ഇവിടെ പോയിട്ട് തന്നെ ഒരു കറുത്ത തടാകത്തോട് കമ്പയർ ചെയ്യുകയാണ്. നീണ്ട് പരന്നൊഴുകുന്ന കറുത്ത ഒരു തടാകം. ഇത് ഒപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേൽക്കാനുള്ള ആഹ്വാനമാണ് പോയറ്റ് ഈ വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. ലീവിംഗ് ബിഹൈൻഡ് നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ ഐ റൈസ്. ഇൻ ടു എ ഡേ ബ്രേക്ക് ദാറ്റ് ഈസ് വണ്ടറസ്ലി ക്ലിയർ ഐ റൈസ്. ബ്രിങ്ങിങ് ദ ഗിഫ്റ്റ്സ് ദാറ്റ് മൈ ആൻസസ്റ്റർ ഗീവ്. ഐ എം ദ ഡ്രീം ആൻഡ് ഹോപ്പ് ഓഫ് ദ സ്ലീവ്. ഐ റൈസ്, ഐ റൈസ്, ഐ റൈസ്. ഭയത്തിൻ്റെ രാത്രികളെ പിന്തള്ളിക്കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. തെളിഞ്ഞ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഞാൻ ഉയരും. പൂർവികർ നൽകിയ ഗിഫ്റ്റ്സുമായി ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാനാണ് അടിമകളായ ഒരുപാട് ബ്ലാക്സിൻ്റെ പ്രതീക്ഷയും സ്വപ്നവും. അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കും. ലാസ്റ്റ് സ്റ്റാൻസയാണ്. നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. In the final stanza, the speaker reveals that she intends to leave behind all the effects of slavery and the history of oppression with an aim to rise above it. She claims that she will leave behind the terror and fear, and that she will rise above the pain and the oppression into a daybreak that's wondrously clear. The speaker does not intend to allow the hatefulness of the society or the pain of the past to stop her from becoming all that she ever dreamed of being. For this reason, she repeats 3 times, I rise. ഫൈനൽ സ്റ്റാൻസിൽ പോയിട്ട് പറയുന്നത് അടിമത്തത്തെയും ചരിത്രത്തിലെ തന്നെ അടിച്ചമർത്തലിനെയും എല്ലാം പിന്നിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ട് അതിനു മുകളിലേക്ക് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. ഒരു കാലത്ത് ഭീതിയോടും പേടിയോടും കൂടിയായിരുന്നു വൈറ്റ്സിനെ പേടിച്ച് ബ്ലാക്ക് പീപ്പിൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ വേദനകളുടെയും ഒപ്രഷൻ്റെയും ആ പാസ്റ്റിൽ നിന്നും പുതിയൊരു തെളിഞ്ഞ പുലരിയിലേക്ക് താൻ ഉയർത്തെഴുന്നേൽക്കും. വൈറ്റ് സൊസൈറ്റി ഏതൊക്കെ രീതിയിൽ തന്നെ തകർക്കാൻ നോക്കിയാലും താൻ എങ്ങനെയാവണമെന്ന് സ്വപ്നം കണ്ടുവോ അങ്ങനെ തന്നെയാകും എന്ന് പോയിട്ട് പറയുകയാണ്. അതിന് തനിക്ക് തുണയായിട്ടുള്ളത് ബ്ലാക്ക് പീപ്പിളിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ പൂർവികർ സമ്മാനിച്ച സ്വപ്നങ്ങളും ആത്മവിശ്വാസം എന്ന ഗിഫ്റ്റുകളുമാണ്. തൻ്റെ ഈ കോൺഫിഡൻസ് ഇന്നും അടിമത്തത്തിൽ കഴിയുന്ന ഒരുപാട് പേരുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ 3 തവണ ഇതിനു വേണ്ടിയിട്ട് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോം അവസാനിക്കുകയാണ്. നമുക്ക് ഈ പോം ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ? ഒരു കൺക്ലൂഷൻ നോക്കാം. Still I Rise is one of the popular poems of Maya Angelou. This is an empowering poem and is a call and cry to rise above social prejudice and injustice. It stimulates the mind of the depressed and downtrodden. Maya Angelou is full of courage, self-confidence and even arrogant in the poem.
Through a variety of images and symbols, Angelou effectively established her resilience as well as fighting spirit in this poem. By juxtaposing her dark past and her bright present, Maya Angelou brings hope to the mind of the oppressed. ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.